അപ്പൊ 12th കഴിഞ്ഞ് നീറ്റ് എഴുതി കിട്ടിയില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു പാലയിൽ തന്നെ പോയി പ്രോപ്പറായിട്ട് നിന്നിട്ട് പഠിക്കാം. ഒരു പക്ഷേ ഞാൻ വേറെ എവിടെയും പോയിരുന്ന എനിക്ക് അറിയത്തില്ല. ബ്രില്യന്റിൽ വന്ന ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ വന്നു. എനിക്ക് കിട്ടി. ബ്രില്യന്റിലാണെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പിന്നെ ബ്രില്യന്റിലെ ഫാക്കൽറ്റീസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തു തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പോയി ക്ലിയർ ചെയ്യാം. പിന്നെ മോഡൽ എക്സാംസ്, അതാണ് ബ്രില്യന്റിന്റെ ഹൈലൈറ്റ്. ബ്രില്യന്റ് പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ മോഡൽ എക്സാം എല്ലാം പ്രോപ്പർ ആയിട്ട് ഒരു എക്സാമിന് പോകുന്ന പോലെ അന്ന് രാവിലെ എക്സാം വരെ ഇരുന്ന് പഠിച്ചിട്ട് അപ്പൊ പോയി പെട്ടെന്ന് എഴുതാണ്ടിരിക്കുക. അതായത് നീറ്റ് എക്സാമിന്റെ മൂഡ് പോലെ തന്നെ ഇന്ന് നീറ്റ് എക്സാം ആണ്, പേന എടുക്കുന്നു, പൗച്ച് എടുക്കുന്നു, അവിടെ പോയി കംഫർട്ടബിൾ ആയി ഇരിക്കുന്നു, ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ചുമ്മാ ഇരുന്ന് ശ്വാസം വലിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് എന്നും നീറ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ പോയി എഴുതണം. നീറ്റ് എക്സാം ഒരിക്കലും ഒരു പുതിയ എക്സാം പോലെ നമുക്ക് തോന്നരുത്. ബ്രില്യന്റിന്റെ ഒരു മോഡൽ എക്സാം അങ്ങനെ ആയിരിക്കണം നീറ്റ് എക്സാം. അപ്പം സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതായത് നമ്മൾ മോഡൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാം. പനി ആണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് നീറ്റ് എക്സാമിന് പനി വരാം, അല്ലേ വരാതിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് വേഴ്സ്റ്റ് കണ്ടീഷൻസിൽ പോലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതായത് ഒരു എക്സാം കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക. ഇന്ന് എനിക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റി, ടൈം മാനേജ്മെന്റ് പാളിപ്പോയോ, അല്ലെങ്കിൽ പഠിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാം. ക്ലാസ്സിൽ തന്നെ കുറെ പേരുണ്ട്. മെജോറിറ്റി ബ്രില്യന്റ് തന്നെയാണ് എന്തായാലും എല്ലാ മെഡിക്കൽ കോളേജും പോലെ. സോ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെയാണ്. നിങ്ങൾക്കറിയാം, ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികളാണ് വളരെ വിജയകരമായി നല്ല അടിപൊളി സ്കോർ കരസ്ഥമാക്കി നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് ഇപ്പോൾ അവർ ഫസ്റ്റ് ഇയർ MBBS അവരുടെ ജേർണി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സക്സസ്ഫുള്ളി അവിടെ അഡ്മിഷൻ മേടിച്ച നമ്മുടെ ആനന്ദാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ആനന്ദ് കോഴിക്കോടാണ് സ്വദേശം. സോ ആനന്ദിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പരിചയപ്പെടാം, അദ്ദേഹത്തെ കൂടുതൽ അറിയാം. ഹായ്. ഹലോ. യെസ്. അപ്പൊ എന്തിന്റെ വിശേഷം ആനന്ദ്? സുഖം. ബ്രില്യന്റിലെ ഒരു ലൈഫ് കഴിഞ്ഞാ നമ്മള് MBBS എന്ന് പറയുന്ന ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുക അല്ലെ? എന്ത് തോന്നുന്നു? ഇപ്പൊ ഒരു 1 ഇയറിന്റെ കഷ്ടപ്പാടിന് ശേഷമാണ് അല്ലെ ഇങ്ങനെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു മൊമെന്റിലേക്ക് MBBS ഫസ്റ്റ് ഇയറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ +1 +2ന്റെ സമയത്ത് അധികം ഒന്നും നീറ്റ് ഫോക്കസ് ചെയ്തല്ലായിരുന്നു പഠിച്ചത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനീഷ്യലി. പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. യെസ്. അപ്പൊ ബിഫോർ ദാറ്റ് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. ഇനി കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ആനന്ദിനെ ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആനന്ദിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കൊടുക്കാവോ? എന്റെ വീട് കോഴിക്കോടാണ്. എന്റെ ഫുൾ നെയിം ആനന്ദ് ശ്രീറാം. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒറ്റക്കുട്ടിയാണ്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. ഇപ്പൊ സന്തോഷത്തോടെ ലൈഫ് മുന്നോട്ട് വന്നു. നമ്മുടെ ബ്രില്യന്റിൽ ഏത് ബാച്ച് ആയിരുന്നു? ബ്രില്യന്റിൽ ഞാൻ R2 ബാച്ച് ആയിരുന്നു, മിനിമിസിന്റെ R2 ബാച്ച്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒരു ബ്രില്യന്റിലേക്കുള്ള ഒരു 1 ഇയർ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു മോന്റെ അടുത്ത് ചോദിക്കാൻ? ബ്രില്യന്റ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. കാരണം ഞാൻ അധികം നീറ്റ് ഫോക്കസ് ചെയ്തിട്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ എത്തിയിട്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയത്, എന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ തുടങ്ങിയത്. ഒരു പക്ഷേ ഞാൻ വേറെ എവിടെയും പോയിരുന്ന എനിക്ക് അറിയത്തില്ല. ബ്രില്യന്റിൽ വന്ന ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ വന്നു. എനിക്ക് കിട്ടി. ആ ഒരു വിശ്വാസം, ബ്രില്യന്റ് ചൂസ് ചെയ്തേക്കാന്നുള്ളൊരു വിശ്വാസം, അതായത് മോന്റെ ഒരു നീറ്റിന്റെ ജേർണിയുടെ ഒരു സ്റ്റാർട്ട് എവിടുന്നായിരുന്നു? സ്റ്റാർട്ട് ഞാൻ 11th 12th എത്തിയപ്പോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്റെ സ്കൂളിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലല്ലായിരുന്നു പഠിച്ചത്. അപ്പൊ 12th കഴിഞ്ഞ് നീറ്റ് എഴുതി കിട്ടിയില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു പാലയിൽ തന്നെ പോയി പ്രോപ്പറായിട്ട് നിന്നിട്ട് പഠിക്കാം. അങ്ങനെ ബ്രില്യന്റ് പാലയിലോട്ട് വന്നു. ഓക്കെ. മോന്റെ ഒരു 1 ഇയർ കാലം നീറ്റിന്റെ കാര്യം, നീറ്റിന്റെ ജേർണി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ MBBS ജേർണി എന്ന് പറയുന്നതും വൺ വേ ഓ ദ അതർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ മോന് തോന്നിയ ഒരു ഡിഫറൻസ് എന്താ? നീറ്റ് ജേർണി എന്ന് പറയുന്നതും MBBS ജേർണി എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ മോന് തോന്നിയത്? നീറ്റ് നല്ല കഷ്ടപ്പാടാണ്, MBBS കഷ്ടപ്പാടല്ല എന്നല്ല. പക്ഷെ നീറ്റിന് ഭയങ്കര സ്ട്രെസ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലാത്തൊരു സംഭവമാണ്. ഇവിടെ വന്നാൽ നമുക്കൊരു സീറ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ സാവകാശത്തിന്, നമ്മുടെ സ്പേസിനനുസരിച്ച് പഠിച്ചു പോയത്. പക്ഷെ നീറ്റ് അങ്ങനെയല്ല, കഷ്ടപ്പെട്ട് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ നീറ്റ് കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആണ്. ഇവിടെ വന്നാൽ സ്ട്രെസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാനേജബിൾ ആണ്. എല്ലാ ചില്ലടിക്കാൻ എല്ലാ അവസരങ്ങളും ഇവിടെ ഉണ്ട്. പുറത്തു പോവാം. അപ്പൊ അത് എങ്ങനെയാണ്? അതിപ്പോ ഈ ഒരു സമയത്ത് മോനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ പഠനകാലത്തിന്റെ ഇടയ്ക്ക് ഏകദേശം ഒരു എന്താ പറയാ, സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം എന്ന ഇടയ്ക്ക് നിങ്ങൾ ഒരു റിഫ്രഷ്മെന്റിന് ഇവിടെ എന്തൊക്കെയാ ചെയ്യാറ്? കോളേജ് നിറയെ പ്രോഗ്രാംസ് ആണ്. അപ്പം സീനിയേഴ്സിലൂടെ മിക്കവാറും പുറത്തു പോകും. പിന്നെ ഇവിടെയൊക്കെ വരും, ഫുള്ളോസ്കിലൊക്കെ വരും.
എല്ലാം നല്ല രസമാണ്. സീനിയേഴ്സ് ഒക്കെ ഭയങ്കര നമ്മളുമായിട്ട് ഇൻവോൾവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റാഗിങ് ഒട്ടും ഇല്ലാത്തൊരു ക്യാമ്പസ് ആണ്. യെസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. അതായത് നിങ്ങൾ വരുമ്പം എന്താ പറയാ, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടൊരു നല്ല ബോണ്ട് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്നാലേ നിങ്ങൾക്ക് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു നല്ലൊരു ബോണ്ടിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് എല്ലാം ചെയ്തു തരുന്നത് നമ്മുടെ സീനിയേഴ്സ് ആണ്. നമുക്ക് ഈ വൈക്കോട്ട് വരെ എത്തിച്ചു തന്നത് ഒരു സീനിയർ ആണ്. വൈക്കോട്ട്, നമ്മുടെ ഡിസെക്ഷൻ കിറ്റ്, നമ്മുടെ അക്കാഡമിക്സ് എന്താണെങ്കിലും നമുക്ക് കുറെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അക്കാഡമിക്കലി അവര് നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറഞ്ഞു തരുന്നത്, മാർക്കിങ്സ് പറഞ്ഞു തരുന്നത്. സീനിയേഴ്സ് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ആഴ്ചയ്ക്ക് ഇവിടെ പരിപാടിയാണ്. ഇപ്പൊ പഠിക്കണോ പരിപാടിക്ക് പോകണോ അത്രയും ഫുൾ ഷെഡ്യൂളില് പരിപാടികൾ പാക്ഡ് ആണ്. അപ്പം നല്ല രസമാണ് ഇവിടെ. അത്യാവശ്യം കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് തന്നെയല്ലേ? എൻജോയ് ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ മോന്റെ ഒരു 1 ഇയർ കാലഘട്ടത്തിലെ ഡെഡിക്കേഷന്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഇത്രയും എൻജോയ് ചെയ്ത് ഇപ്പൊ പോകുന്നത് അല്ലേ? അപ്പൊ ആ സമയത്തെ മോന്റെ ഒരു പ്രിപ്പറേഷൻ, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തി. 2025 നീറ്റ് എക്സാമിൽ എത്രയായിരുന്നു സ്കോർ കിട്ടിയത്? 2025 എനിക്ക് 565 ആയിരുന്നു. 565. ഓക്കെ. അപ്പൊ റാങ്ക് വന്നത്? റാങ്ക് കേരള റാങ്ക് 556. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതൊരു എന്താ പറയാ, ഉണ്ട്. യെസ്. അപ്പൊ ആ ഒരു ഹാർഡ് വർക്ക് ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു റാങ്കിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോറിലേക്കും എത്താൻ മോനെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മോൻ അതിനുവേണ്ടി ചെയ്തിരുന്നത്? എത്ര നല്ലൊരു സ്കോറിന് വേണ്ടി ചെയ്തിരുന്നത്? ഒരുപാട് കഷ്ടപ്പെട്ടു. അവിടെ വന്നപ്പം തുടക്കത്തിൽ തൊട്ടേ ഞാൻ പഠിക്കുമായിരുന്നു. 12 മണിക്കൂറൊക്കെ. 12 മണിക്കൂർ തുടക്കത്തിൽ തൊട്ടേ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു പകുതി തൊട്ടെങ്കിലും 12 മണിക്കൂറെങ്കിലും എത്തിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും പറ്റുന്നവരെത്തിക്കുക. നിങ്ങളുടെ പരമാവധി നിങ്ങൾ ശ്രമിക്കണം. ബ്രില്യന്റിലാണെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ജോസഫ് സാറ്, എന്റെ ക്ലാസ് ടീച്ചർ മിസ്സിനോടൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ എന്റെ ഫ്ലോർ വാർഡൻ ജീമോൻ സാറ്, ഞങ്ങളുടെ ഹെഡ് വാർഡൻ അജിത് സാറ്, എല്ലാ ഹോസ്റ്റലാണെങ്കിലും ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്ത എല്ലാ ഫെസിലിറ്റീസും. പിന്നെ ബ്രില്യന്റിലെ ഫാക്കൽറ്റീസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തു തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പോയി ക്ലിയർ ചെയ്യാം. പിന്നെ മോഡൽ എക്സാംസ്, അതാണ് ബ്രില്യന്റിന്റെ ഹൈലൈറ്റ്. നമ്മൾ ആദ്യത്തെ ഒരു ഫേസിൽ മൊത്തം ക്ലിയർ ചെയ്ത് പോകണം. ഇനീഷ്യലി നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ നല്ലപോലെ ബിൽഡ് ചെയ്യണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നവരെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ചെയ്യുക. ബയോളജി ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കി പഠിക്കുക. വെറുതെ മക്കപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ നെമോണിക്സ്, പിന്നെ മറന്നു പോകുന്നതെല്ലാം ഒരു ബുക്കിലോട്ട് എഴുതി വെക്കുക. ഇങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. എക്സാം നല്ല കോമ്പറ്റീഷൻ ആണ്. ഈ വർഷത്തെ എക്സാം ആണെങ്കിലും നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. പാറ്റേൺ ഒക്കെ വ്യത്യാസം വരാം. അതിനൊക്കെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. യെസ്. സോ മോന്റെ ഈ ഒരു MBBSലേക്ക് കയറി കഴിഞ്ഞപ്പോ നീറ്റിന്റെ ജേർണിയുടെ സമയത്ത് നമുക്കറിയാം ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കണം. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യണം അല്ലെ? ഒരുപാട് നമ്മുടെ എൻജോയ്മെന്റ് ആയിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 1 ഇയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുതരും. അപ്പൊ മോൻ അതിന് ശേഷം ഇവിടെ MBBS നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു നല്ലൊരു മാറ്റം മീൻസ് ഒരു നല്ലൊരു ഹോബി എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ അന്ന് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയാൻ എന്തായിരിക്കും? മൊത്തത്തിൽ എല്ലാ പരിപാടികൾക്കും ഇറങ്ങാൻ തുടങ്ങി. നീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചത്. ഞാൻ അധികം സോഷ്യലൈസ് ചെയ്യാൻ പോലും ശ്രമിക്കാറില്ലായിരുന്നു അവിടെ ബ്രില്യന്റിൽ വെച്ചിട്ട്. അവിടെ എന്റെ ജീവിതം മൊത്തം പുസ്തകങ്ങളും ക്ലാസ്സും അത് തന്നെയായിരുന്നു. ഇവിടെ വന്നിട്ട് പുസ്തകത്തിന് പുറമേക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പഠിച്ചു. നമ്മൾ പുറമെ പോയി ഫുഡ് കഴിക്കും. പിന്നെ എന്താണെങ്കിലും ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ ആക്റ്റീവ് ആയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കൾച്ചറൽ പ്രോഗ്രാംസ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ ഫസ്റ്റ് ഇയർ MBBSൽ ഇപ്പൊ മോന് പറഞ്ഞു ഒരുപാട് പല സെക്ഷൻസ് വരുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കടാവർ സെക്ഷന്റെ അങ്ങനത്തെ അല്ലെ, അങ്ങനെയുള്ള ഓരോ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ എങ്ങനെയൊക്കെയായിരുന്നു മോൻ അപ്രോച്ച് ചെയ്തത്? അതായത് പേടിയുണ്ടായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു സെക്ഷൻ ഒക്കെ വന്നപ്പോ? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത് പ്രതീക്ഷയാണ് ഇങ്ങോട്ട് വരുന്നത്. ഫസ്റ്റ് ഇയർ ക്ലിനിക്കൽ അധികം ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ലാബ്സ്, കടാവറിക് ഡിസെക്ഷൻ ഉണ്ട്, ഡെയിലി ലാബ് ഉണ്ടാവും മിക്കവാറും എല്ലാ ദിവസവും. അപ്പം ഉച്ചയ്ക്ക് മുന്നേ 3 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ ഡിസെക്ഷൻ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂർ ലാബ് ഉണ്ടാവും. അപ്പൊ തിയറി ഉണ്ട്, അതുപോലെ തന്നെ ലാബും ഉണ്ട്. അപ്പൊ ലാബ് മൊത്തം അടിപൊളിയാണ്. ഇപ്പം എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു കടാവറിക് ഡിസെക്ഷന് വേണ്ടിയിട്ട്. ആരും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തലയിറങ്ങി വീണൊന്നുമില്ല. എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ? ഓക്കെ. സോ ആനന്ദ, നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഇവിടെ ചേർന്നു അല്ലെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ചേർന്നതിന് ശേഷം ഒരുപാട് ബ്രില്യന്റിലെ കുട്ടികളെ ഒക്കെ പരിചയപ്പെട്ടോ? അതോ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു? പുതിയ കുറെ ഫേസുകളായിരുന്നോ? അതോ ഒരേ ഫാമിലിയിൽ നിന്ന് കുറച്ചുപേരെ എന്തൊക്കെയായിരുന്നു ആ ഒരു ബ്രില്യന്റിലെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കാണാൻ പറ്റിയോ? ഒത്തിരി പേര് പരിചയമുള്ളതായിരുന്നു. ഡി ബ്ലോക്കിൽ നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം ക്ലാസ്സിൽ തന്നെ കുറെ പേരുണ്ട്. മെജോറിറ്റി ബ്രില്യന്റ് തന്നെയാണ് എന്തായാലും എല്ലാ മെഡിക്കൽ കോളേജും പോലെ. പിന്നെ എന്റെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ 3 പേര്, എന്റെ ഫ്ലോറിൽ നിന്ന് 3 പേരുണ്ട്. സെയിം ഫ്ലോറിൽ.
അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ ബ്രില്യന്റ്. അപ്പൊ അവരൊക്കെ കണ്ടപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു മെമ്മറീസിലോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ റിക്കളക്ട് ചെയ്യാൻ പറ്റിയോ? ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിൽ വെച്ചിട്ട് നമ്മൾ അധികം ചില്ല് ചെയ്ത് എൻജോയ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ നറിഷ് ചെയ്ത് പോയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഹോസ്റ്റലിൽ പഠിച്ചായിരുന്നു, നമ്മളൊരു ഫ്ലോറിലായിരുന്നു, നമ്മളിപ്പോ പുറത്ത് കറങ്ങാൻ പോകും, അങ്ങനെയൊക്കെ നല്ല രസമാണ്. ഈ 2025 നീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടഫസ്റ്റ് എക്സാം ആയിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു നീറ്റ് എക്സാമിനെ മോൻ അപ്രോച്ച് ചെയ്ത്? അതായത് ഇത്രയും ഡിഫിക്കൽട്ട് ആവും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെ? എങ്ങനെയാണ് ആ ഒരു നീറ്റ് എക്സാമിന്റെ അന്നത്തെ ദിവസം മോൻ എന്താ ഫീൽ ചെയ്തത്? ഫസ്റ്റ് ഡേ, അതായത് എക്സാമിലേക്ക് കയറി ചെന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എന്തായിരുന്നു മോന്റെ ഒരു? എക്സാം ഹാർഡായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്ങനെയൊക്കെ പോയാലും എത്ര കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ഈ വർഷം കയറണം, അതായിരിക്കണം നമ്മുടെ ആ മോട്ടിവേഷൻ. അപ്പം ബ്രില്യന്റ് പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ മോഡൽ എക്സാം എല്ലാം പ്രോപ്പർ ആയിട്ട് ഒരു എക്സാമിന് പോകുന്ന പോലെ അന്ന് രാവിലെ എക്സാം വരെ ഇരുന്ന് പഠിച്ചിട്ട് അപ്പൊ പോയി പെട്ടെന്ന് എഴുതാണ്ടിരിക്കുക. അതായത് നീറ്റ് എക്സാമിന്റെ മൂഡ് പോലെ തന്നെ ഇന്ന് നീറ്റ് എക്സാം ആണ്, പേനെടുക്കുന്നു, പൗച്ച് എടുക്കുന്നു, അവിടെ പോയി കംഫർട്ടബിൾ ആയിരിക്കുന്നു, ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ചുമ്മാ ഇരുന്ന് ശ്വാസം വലിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് എന്നും നീറ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ പോയി എഴുതണം. ബ്രില്യന്റ് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് എക്സാംസും കിട്ടും. ഇപ്പൊ നമ്മൾ എളുപ്പമാണെങ്കിലും നമുക്ക് എഴുതണം, ടഫ് ആണെങ്കിലും നമുക്ക് എഴുതണം. അപ്പൊ ബ്രില്യന്റ് കിട്ടുന്ന ആ ട്രെയിനിങ് നിങ്ങൾ ശരിക്കും ഉപയോഗിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് നീറ്റ് എക്സാം ഒരിക്കലും ഒരു പുതിയ എക്സാം പോലെ നമുക്ക് തോന്നരുത്. ബ്രില്യന്റിന്റെ ഒരു മോഡൽ എക്സാം അങ്ങനെയായിരിക്കണം നീറ്റ് എക്സാം. അപ്പം ടെസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. യെസ്. അപ്പൊ മോന്റെ ഒരു സബ്ജക്ട് വൈസിനെ കുറിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അനന്തൻ എങ്ങനെയായിരുന്നു അത് പഠിച്ചുകൊണ്ടിരുന്നത്? ഇപ്പം ബയോളജി വരുവാണെങ്കിൽ നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. അണ്ടർസ്റ്റാൻഡും ചെയ്യണം, മെമ്മറൈസും ചെയ്യണം. അപ്പൊ ഏത് വരിയെന്ന് വേണമെങ്കിലും ചോദിക്കുക. ഈ വർഷമൊക്കെ ഇൻട്രഡക്ടറി പാർട്ടിന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം. ലൈൻ ബൈ ലൈൻ മൾട്ടിപ്പിൾ റിവിഷൻ, എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്രയും തവണ വായിക്കുക. എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കണം, എല്ലാത്തിനും ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. അപ്പം കീപ് എ ബുക്ക് ഫോർ ദാറ്റ്. അതായത് നമ്മൾ എന്ത് പഠിക്കുന്നു അത് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു ചാപ്റ്റർ എത്ര തവണ പഠിച്ചു, എന്തൊക്കെ ആ ചാപ്റ്ററിൽ എത്ര തവണ പഠിച്ചു, ആ ചാപ്റ്ററിൽ എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട്, ഇന്ന് എന്തൊക്കെ പഠിക്കും, എല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കണം. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വെറുതെ സ്പോണ്ടേനിയസ് ആയിട്ട് പഠിച്ചിട്ട് എനിക്ക് ശരിയാവുന്നില്ലായിരുന്നു. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കാം. ബയോളജി ആണെങ്കിലും മറന്നു പോകുന്നത് എന്തൊക്കെയുണ്ട് മാർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ബയോളജി ചെയ്യണം, പക്ഷേ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും അത്ര ചെയ്യണ്ട. പറ്റുവാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ മോഡൽ എക്സാമിന് ടൈം ആയാലൊന്നും അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, എന്നിട്ട് കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. ആക്റ്റീവ്ലി റീകോൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്. ഇപ്പം ഫിസിക്സിലോട്ട് വരികയാണെങ്കിൽ ഫിസിക്സ് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. തിയറി ഒരുപാട് ഫോക്കസ് ചെയ്യണമെന്നില്ല. തിയറി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് നമ്മൾ ഫോർമുലാസും കൺസെപ്റ്റ്സും ഒക്കെ നല്ല സ്ട്രോങ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇന്നത് എനിക്ക് അറിയത്തില്ല, അപ്പൊ അത് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ പിന്നെ അത് എടുത്ത് റിവൈസ് ചെയ്യുക. പഠിച്ചതിനെ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചത് റിവിഷൻ ചെയ്യണം, പക്ഷെ അതിൽ തന്നെ എളുപ്പമുള്ളൊരു ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടും നമുക്കൊന്നും കിട്ടാനില്ല. പിന്നെ വെയിറ്റേജ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചാപ്റ്ററിന് ഈ ഭാഗത്തുനിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാത്തൊരു ഭാഗത്തും പഠിക്കണം, പക്ഷെ അതിലധികം ഫോക്കസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ഫിസിക്സിന്റെ തിയറിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻ വരാറില്ല. തിയറി അറിഞ്ഞിരിക്കണം, 1-2 പ്രാവശ്യം NCERT വായിക്കണം. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ അത് മാത്രം റിവൈസ് ചെയ്യുക. കെമിസ്ട്രി, ഓർഗാനിക് എല്ലാം മനസ്സിലാക്കി പഠിക്കുക. ഓർഗാനിക്കിലോട്ട് വരുമ്പം ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക. NCERT തന്നെ പരമാവധി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യാൻ നോക്കുക. NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റിന് അതുപോലെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻഡെക്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട് നീറ്റിന്. പിന്നെ ഇൻഓർഗാനിക് ആണെങ്കിൽ ഒരുപാട് മെമ്മറൈസ് ചെയ്യാനുണ്ട്. കീപ് എ ബുക്ക് ഫോർ ദാറ്റ്. നമ്മൾ വളരെ വളറ്റൈലാണ്. അപ്പം നീറ്റിന്റെ ഒരാഴ്ച മുന്നേ ഒക്കെ നമുക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ എളുപ്പമുണ്ട്. നമ്മൾ മോഡൽ എക്സാം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ എല്ലാ ഫോർമുലാസും എല്ലാ ഇക്വേഷൻസും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതി വെക്കുക. മറന്നു പോകാൻ സാധ്യതയുള്ള എല്ലാം. അതുപോലെ എല്ലാ സബ്ജക്റ്റിലുള്ളതും ബയോളജിയുടെ ഡേറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ ഒന്നെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അല്ലെ നമ്മുടെ ടേബിളിൽ തന്നെ നമ്മളൊരു ബുക്ക് വെക്കുക, എന്നും നമുക്ക് തുറന്നു നോക്കാൻ ഉള്ള പോലെ, അല്ലെ ഫ്ലാഷ് കാർഡ്സ് കീപ്പ് ചെയ്യുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ നീറ്റിന്റെ എക്സാമിന്റെ അന്ന് രാവിലെയും കൂടെ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. അങ്ങനെ എല്ലാം റിവൈസ് ചെയ്യണമെന്നല്ല, മറന്നു പോകുന്നുള്ളത് ഇതൊന്നും കൂടി കണ്ടാൽ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പോകുന്നുള്ളതെല്ലാം റിവൈസ് ചെയ്യാം. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മോന്റെ ഇങ്ങനത്തെ ഒരു സ്റ്റഡിയുടെ ടൈമില് അപ്പൊ നീറ്റിന്റെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മോനിപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എടുക്കുമല്ലോ, ആ ബ്രേക്കിൽ എന്ത് ചെയ്യാനായിരുന്നു മോന് താല്പര്യം? ഒന്ന് മൈൻഡ്
മൈൻഡും ബോഡിയും ഒന്ന് കാമാവാൻ വേണ്ടി എന്തായിരുന്നു മോൻ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ബ്രില്യന്റില് എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടായിരുന്നു പോവാറ്. രാവിലെ എണീറ്റ് ഡയറി എഴുതി ഇന്നത്തെ കാര്യം ഇതാണ് മൊത്തം മാർക്ക് ചെയ്തിട്ട് പോകും. ബ്രേക്കും ഞാൻ മാർക്ക് ചെയ്തിട്ട് തന്നെയായിരുന്നു പോവാറ്. അപ്പം ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ പാലാബേക്സിലോട്ടാണ് ഞാൻ സ്ഥിരം പോവാറ്. അപ്പൊ അവിടെ പോകുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോഴേക്കും നല്ലപോലെ റിഫ്രഷ് ആയിട്ടുണ്ടാവും. ഇരുന്ന് പഠിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, പോകുന്നു. ഫുൾ ഷെഡ്യൂൾഡായിരുന്നു. എന്റെ ഡേ ഫുള്ളി പാക്ഡ് ആയിരുന്നു. അതായത് രാവിലെ എണീറ്റ് തൊട്ട് ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ ബ്രേക്സും ഞാൻ ഷെഡ്യൂൾ ചെയ്യാറുണ്ടായിരുന്നു. ആ ബ്രേക്സിൽ കഴിക്കാനുള്ളത് ഞാൻ കഴിക്കും, റിഫ്രഷ് ചെയ്യും. റിഫ്രഷ്മെന്റ് ആയിരുന്നു. ഹോസ്റ്റലിൽ ഇപ്പം അവധി ദിവസങ്ങളിൽ ഇരിക്കുമ്പം എങ്ങനെയായിരുന്നു? അപ്പം കോളേജിൽ വരുമ്പോ ഓക്കെ മോന്റെ അതായത് ഫുഡിനോടുള്ള ഒരു ഇത് ഇഷ്ടം അല്ലേ ആയിരുന്നു. ഹോസ്റ്റലിലായിരുന്നെങ്കിലും ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കോ അല്ലെങ്കിൽ അവരുമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ കൂടുതൽ ഇഷ്ടം എന്ത് ചെയ്യാനായിരുന്നു? റെഫറൻസിന് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പോയി തുടങ്ങിയത് ഈ അവസാനത്തോട്ടായിരുന്നു. ആദ്യ ഭാഗത്തൊക്കെ നമ്മൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ബ്രേക്ക് വരാറുണ്ട്. നമ്മൾ പോകുന്നു, അതും വളരെ കൺട്രോൾഡ് ആയിട്ട് ഒരു 15 മിനിറ്റ് സംസാരിക്കുക. അങ്ങനെ ഒരുപാട് സംസാരിച്ച് 2-3 മണിക്കൂറൊക്കെ പോയാൽ നമുക്കൊരു നഷ്ടം തന്നെയാണ്. ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ പോലും നമ്മുടെ സമയത്തിനെ അത് ബാധിക്കും. നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് നല്ല മെമ്മറീസ് ബ്രില്യന്റിൽ ഉണ്ടാവും. ഫെയർവെൽ അതുപോലുള്ള മെമ്മറീസ് ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ചെറിഷ് ചെയ്യുക. നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ കൺട്രോൾഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പൊ മോന്റെ ഇപ്പോഴത്തെ ഒരു MBBS ജേർണി നൗ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മോന് പറയാണ്ടായത്? അതായത് നീറ്റിന്റെ ആ സമയത്തെ ഒരു ലോങ് 1 ഇയർ കഴിഞ്ഞതിന് ശേഷം MBBSന്റെ ഇപ്പോഴത്തെ ഒരു ജേർണി എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മോൻ കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഈ ഫുള്ളി അന്നത്തെ പോലെ തന്നെ കുറച്ച് കൂടുതൽ പഠിത്തത്തിലാണോ അതോ അല്ലാതെയും ഒക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? ഇവിടെ കുറച്ചും കൂടി ചില്ലാണ്. അപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ട്. അക്കാഡമിക്സിന്റെ സ്ട്രെസ് ഒരു ഭാഗത്തുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും ആർട്സിലും സ്പോർട്സിലും ഇൻവോൾവ് ആയതുകൊണ്ട് അതങ്ങനെ നമുക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഡെയിലി പോർഷൻസ് കവർ ചെയ്ത് പോയാൽ മാത്രം മതി. അങ്ങനെ ബ്രില്യന്റ് ഉള്ള പോലെ നമ്മളിങ്ങനെ ഇരുന്ന് പഠിച്ച് 12 മണിക്കൂർ അങ്ങനെയൊന്നുമില്ല. ഡെയിലി പഠിപ്പിച്ചത് എത്ര മണിക്കൂറാണെങ്കിലും 1-2 മണിക്കൂർ, 1 മണിക്കൂറെങ്കിലും പഠിക്കുക. ഡെയിലി പഠിപ്പിച്ചത് എന്താണെങ്കിലും അറിയാം. ചുമ്മാ വായിച്ചു നോക്കുക. പിന്നെ എക്സാം ആവുമ്പം കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അല്ലാണ്ട് ജനറലി നമ്മൾ വായിച്ചു പോവുക, മനസ്സിലാക്കുക, അത്രയൊക്കെ. ഓക്കെ ആനന്ദ്, നമ്മുടെ നീറ്റ് ആസ്പിരൻസ് ഇപ്പോ അടുത്ത ഇയറിലെ നിങ്ങളുടെ ജൂനിയേഴ്സ് എന്ന് വേണം പറയാം അല്ലെ, അവര് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഏകദേശം ഇനി കുറച്ച് മാസങ്ങളും കൂടിയേ ഉള്ളൂ. അവരുടെ ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിലൂടെ അവരിങ്ങനെ ഏകദേശം കടന്നുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അവരുടെ അടുത്ത് മോന്റെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് എന്താ പറയാനുള്ളത്? ആനന്ദിന്റെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് എന്താ പറയാനുള്ളത്? നമ്മുടെ പീക്ക് ടൈമാണിപ്പം. നമ്മൾ മാക്സിമം ഉഴപ്പാണ്ട് മുന്നോട്ട് പോവുക. അതായത് നമ്മൾ മോഡൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാം. പനി ആണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നീറ്റ് എക്സാമിന് പനി വരാം, അല്ലേ വരാതിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് വേഴ്സ്റ്റ് കണ്ടീഷൻസിൽ പോലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ബാക്ക്ലോഗ്സ് പരമാവധി മോഡൽ എക്സാമിന് മുന്നേ തീർക്കാൻ നോക്കുക. മോഡൽ എക്സാമിന് ഇങ്ങനെ എക്സ്ട്രാ ബുക്ക് എടുത്ത് നമുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടണമെന്നില്ല. അപ്പൊ ബ്രില്യന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, ഒത്തിരി ഉണ്ട്. ലൈബ്രറി പോയി നോക്കിയാൽ 2023, 24, 25 അത് തന്നെ ഒത്തിരി ഉണ്ട്, ചെയ്താൽ തീരത്തില്ല. അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കാം. നമ്മൾ ഒരുപാട് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പേപ്പറിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എക്സാം എഴുതുന്നതിൽ ഫോക്കസ് ചെയ്യണം. എത്ര സമയം ഞാൻ ഒരു സബ്ജക്റ്റിന് അലോട്ട് ചെയ്യണം. അതായത് കഴിഞ്ഞ നീറ്റ് എക്സാമിൽ നമുക്ക് അങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പേപ്പറായിരുന്നു. അപ്പൊ നമ്മൾ ഇത്ര ടൈം കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഞാൻ വിടണം, എന്നിട്ട് അടുത്ത സബ്ജക്റ്റ് മൂവ് ഓൺ ചെയ്യണം. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് പേപ്പർ ആണെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പ്രിപ്പയർ ചെയ്യുക. അതായത് ഒരു എക്സാം കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക. ഇന്ന് എനിക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റി, ടൈം മാനേജ്മെന്റ് പാളിപ്പോയോ, അല്ലെങ്കിൽ പഠിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. വളരെ മൈൻഡ്ഫുൾ ആയിട്ട് എക്സാം എഴുതുക. സ്ട്രെസ് ഉണ്ടാവും, ചിലപ്പോൾ എക്സാമിന് മാർക്ക് കയറണം എന്നില്ല. പക്ഷേ നമ്മൾ എക്സാം എഴുതുക. എക്സാം എഴുതുന്ന ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. മാർക്ക് കയറിക്കോളും. പതുക്കെ ഇങ്ങനെ അവസാനമൊക്കെ എത്തുമ്പോൾ നിങ്ങൾ എന്തായാലും കയറും. കോൺഫിഡൻസ് പോകാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നീറ്റ് എക്സാമിന്റെ ഒരാഴ്ചയൊക്കെ മുന്നേ പരമാവധി നമ്മൾ നമ്മുടെ പഠിച്ചിടത്തോളം മതി. ഇനി അത് റിവൈസ് ചെയ്യുക, അത് സ്ട്രോങ് ആക്കുക. അവസാനത്തെ ഒരു മാസമൊക്കെ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവസാനത്തെ ഒരു വീക്കിലൊന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാം നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യുക. നമുക്ക് വോളറ്റൈൽ ആയുള്ള സാധനങ്ങൾ പിന്നെയും വായിച്ചു നോക്കുക. മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്യണം. അത് ബ്രില്യന്റിൽ എല്ലാ പ്രൊഫസർമാരും പറയും നിങ്ങളോട്. മിസ്റ്റേക്ക് ബുക്ക് ആണ് നമ്മുടെ അവസാനത്തെ ഒരു 2 മാസത്തെ പ്രിപ്പറേഷനിലെ മെയിൻ സംഭവം. അപ്പം നമുക്ക് തെറ്റിപ്പോകുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക, പിന്നെയും ചെയ്ത് നോക്കുക. ശരിയാകുമ്പോൾ ആ ബുക്കിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്ത് കളയുക, പുതിയ ക്വസ്റ്റ്യൻ എടുക്കുക, ചെയ്യുക.
ഇപ്പം മിസ്റ്റേക്ക് ബുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ തിയറി എനിക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ തിയറി എടുത്ത് വായിക്കുക, അല്ലാണ്ട് ഫുൾ തിയറി അവസാനം വായിക്കാൻ നിൽക്കരുത്. അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതുക. കോൺഫിഡൻസ് ആണല്ല, ആ 3 മണിക്കൂർ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പുറമെ എടുക്കാൻ ശ്രമിക്കുക. അതായത് 2025 വൺ ഓഫ് ദ ടഫസ്റ്റ് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത ഒരാളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. സോ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ആനന്ദ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കത് എന്താ പറയാ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രിപ്പറേഷന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ആനന്ദ് പറഞ്ഞത്. സോ ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആനന്ദ് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഫസ്റ്റ് ഇയർ MBBS കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനിയും ഉയരങ്ങളിൽ പോട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നല്ലൊരു ഡോക്ടറായി നാളെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കണം ആനന്ദിന്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ആൻഡ് ഇനിയും സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് വരും. ഓക്കെ, യെസ്, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.